ഹായ് ഓൾ, നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഓക്കെ, മുമ്പ് കുറച്ച് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എറർ കാണാനായിട്ട്. അതായത് df/f ഓർ del(f/f), അതായത് ചേഞ്ച് ഇൻ ദ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ആണ്. അങ്ങനെയാണ് ഒന്നെങ്കിൽ df/f ഓർ del(f/f). എറർ ഇൻ എക്സ് എന്ന് പറയുമ്പോൾ del(x/x) പറയാം. വൈയിലാണെങ്കിൽ del(y/y). ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. L(x/y) ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഇക്വേഷൻ നോക്കാം. f(x0y0) പ്ലസ് fx(x0y0) ഇൻറ്റു x മൈനസ് x0 പ്ലസ് fy(x0y0) ഇൻറ്റു y മൈനസ് y0. ഇനി അത് എക്സ് വൈ സെഡിലാവുമ്പോൾ നമുക്ക് ഒരു ടേമും കൂടി വരും, സെഡിൻ്റെ ഒരു ടേമും കൂടി, സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ ഒരു ടേമും കൂടി വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ടു ദ ഫംഗ്ഷൻ f(x/y) തന്നിട്ടുണ്ട് അറ്റ് ദ പോയിന്റ് P of 4, 3. കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് ബൈ എഫ് അറ്റ് ദ പോയിന്റ് Q വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. ഓക്കെ, അപ്പോൾ നോക്കി L(x/y) ഞാൻ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ലീനിയർ അപ്രോക്സിമേഷൻ ആണ്. അറ്റ് ദ പോയിന്റ് P of 4, 3 കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് വെച്ച് കമ്പയർ ചെയ്യണം? ഈ പോയിന്റിലെ എറർ വെച്ച്, ഈ പോയിന്റിൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ച് നമ്മളതിനെ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഇക്വേഷൻ എഴുതി. XY മാത്രമേ ഉള്ളൂ, സോ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നില്ല, L(x/y)യും L(x/z) ഉണ്ടായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യനിൽ f(x/y) ഉള്ളൂ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ L(x/y)യുടെ ഇക്വേഷൻ ഞാൻ എഴുതി. ഓക്കെ, അതിനുശേഷം എനിക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. f(x0y0) എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ f(x/y)ൽ 4, 3 ഇട്ട് കൊടുക്കുന്ന പോയിൻ്റാണ് f(x0y0). ഇനി fx കാണണം അല്ലേ? fx കണ്ടാൽ fx കണ്ടിട്ട് വേണം അതിൽ x0y0 ഇടണം. അതുപോലെ fyയും. fx എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ ഡെറിവേറ്റീവ് കാണാം അല്ലേ? അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു? 1/√(x² + y²). (√(x² + y²) എങ്ങനെയാണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√(x² + y²). ദാറ്റ് ഈസ് x² + y² all raised to 1/2 അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? x² + y² all raised to -1/2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, x² + y² raised to -1/2 എന്ന്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് x⁻n ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു -1/2 ഇൻറ്റു x⁻n−1 അല്ലേ? n ഇൻറ്റു x⁻n−1. സോ -1/2 -1 -3/2. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് വരെ? -3/2. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അകത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ എക്സിലാണ് കണ്ടുപിടിക്കുന്നത്, സോ x² ഡെറിവേറ്റീവ് 2x. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ക്യാൻസൽ ചെയ്യുന്നു. x⁻⁻² ഇത് -3/2 ആയിരുന്നു, അതിനി ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ (3/2) ആയിട്ട് മാറും. അപ്പോൾ -x/x² + y² (3/2) കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? fx(x0y0) ആണ് വേണ്ടത് അല്ലേ? x0y0 ആരാണ്? 4, 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? fxൽ 4, 3 എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ചതിൽ എക്സിന് 4ഉം വൈക്ക് 3യും കൊടുക്കണം. അപ്പോൾ നമുക്ക് fx കിട്ടി. അതുപോലെ സെയിം പ്രൊസീജിയർ fyയിൽ ചെയ്യാം അല്ലേ? fy എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ fനെ yയിൽ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നോക്കിയേ, റൂട്ടിനെ ഞാൻ എങ്ങനെ എഴുതണം? x² + y² raised to 1/2. ഈ 1/2 മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ -1/2. സോ എങ്ങനെയാണ് വരെ? n ഇൻറ്റു -1/2 ഇൻറ്റു x⁻n−1 -1/2 -1 -3/2. അതിനുശേഷം x² + y² ഡെറിവേറ്റീവ്. ഇപ്പോൾ നമ്മൾ വൈയിലാണ് ചെയ്യുന്നത്, സോ y² ഡെറിവേറ്റീവ് 2y മൾട്ടിപ്ലൈ ചെയ്തു. അകത്തുള്ളത് കേട്ടോ, x² + y² ഡെറിവേറ്റീവ് വൈയിൽ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതിനെ നേരെ തിരിച്ച് താഴത്തോട്ട് തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ -3/2 എന്ത് വരും? +3/2 ആവും ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ. 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ -y/x² + y² raised to 3/2 വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? fyയിൽ നമ്മൾ 4, 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഓക്കെ, നമ്മളെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കാൻ fx(x0y0) fy(x0y0) കിട്ടിയിട്ടുണ്ട്. ഇനി
എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഫംഗ്ഷനിൽ എക്സിനും വൈക്കും 4ഉം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാം കിട്ടി. നമുക്ക് ഇന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നതാണ് 4 3 കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇക്വേഷനിലേക്ക് എല്ലാതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് പോയിന്റ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 3.92 അല്ലേ, 3.92 3.01 വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് അതേപോലെ തന്നെ 3.92 3.01 വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. അതായത് എക്സ് നോട്ട് വൈ നോട്ടിന് മാത്രം മാറ്റി കൊടുക്കുക. എഫ് എക്സും എഫ് വൈ ഒക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് എവിടെയാണ് മാറേണ്ടത്, എക്സ് നോട്ട് വൈ നോട്ട് മാറണം. അതായത് ഇവിടെ നമ്മൾ 4ഉം 3 എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ അതിനനുസരിച്ച് അതായത് എക്സ് വൈ നമ്മൾക്കിവിടെ 4 എക്സ് -4 വൈ -3 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കിട്ടിയത് എൽ ഓഫ് എക്സ് വൈ ആണ്. നമുക്ക് ഏത് പോയിന്റിൽ കണ്ടുപിടിക്കണം, 3.92 3.01 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ എക്സും വൈയുടെയും പ്ലേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ 3.92 3.01 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീനിയർ അപ്രോക്സിമേഷൻ കിട്ടി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ വാല്യൂ വെച്ച് അതിനെ കമ്പയർ ചെയ്യാണ്. അതായത് ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് വൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, 3.92 3.01 ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ഒറിജിനൽ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം, ഒറിജിനൽ വാല്യൂവിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അപ്രോക്സിമേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡിഫറൻസിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഓക്കെ, നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്, പി എന്ന് പറയുന്നത് 4.3, ക്യൂ എന്ന് പറയുന്നത് 3.92 അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് x1 ഒരെണ്ണം x1 y1 എന്നും ഇത് x2 y2 എന്നും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുല എങ്ങനെയാണ്, √(x2 - x1) സ്ക്വയർ + y2 - y1 സ്ക്വയർ. ആ ഒരു ഫോർമുല വെച്ച് ഇത് x1 y1 ഇത് x2 y2 ഫോർമുല വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഇക്വേഷൻ എഴുതുന്നു. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള എഫ് എക്സ് എഫ് വൈ എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറെ പോയിന്റ് തന്നിട്ടുണ്ടാവും, എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടാവും. സോ ആ പോയിന്റിൽ ലീനിയർ അപ്രോക്സിമേഷൻ, അതായത് നമ്മൾക്ക് ഇവിടെ ലീനിയർ ചെയ്യുന്നത് എക്സും വൈയും പോയിന്റ് ഉണ്ടാവും, എക്സ് വൈ എന്നുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലീനിയർ അപ്രോക്സിമേഷൻ കിട്ടും. കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഒറിജിനൽ വാല്യൂ അല്ലേ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, അതിലിട്ട് കൊടുക്കുക. അതും നമുക്ക് കിട്ടിയ വാല്യൂവും തമ്മിൽ മൈനസ് ചെയ്യാം. അതാണ് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യന് വന്നിരിക്കുന്നത്, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇത് എക്സ് വൈ സെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷൻ കേട്ടോ, ഇതെടുക്കുന്നു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് നോട്ട് വൈ, ആദ്യം എഫ് എക്സ് കാണാം, എഫ് വൈ കാണാം, എഫ് സെഡ് കാണാം. എഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് വൈ സെഡ് അല്ലേ. അപ്പോൾ എക്സ് വൈ സെഡിനെ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, ബാക്കി വൈ സെഡ് വരും. വൈയിൽ ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും, ബാക്കി എക്സ് സെഡ് വരും. അതുപോലെ സെഡിൽ ചെയ്യുമ്പോൾ സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, ബാക്കി എക്സ് വൈ വരും. ഇനി നമ്മൾക്ക് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, 1 2 3. അപ്പോൾ എഫ് എക്സ് ഓഫ് 1 2 3 എഫ് വൈ എഫ് സെഡ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആരും വേണം, എഫ് ഓഫ് 1 2 3 വേണം. അതായത് എക്സിന് 1 വൈക്ക് 2 സെഡിന് 3 ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ ഓഫ് എക്സ് വൈ സെഡ് കണ്ടുപിടിച്ചു. അതായത് നമ്മൾ എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് വൈ സെഡ് അങ്ങനെ തന്നെ എഴുതാം. എക്സ് വൈ സെഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ക്യൂ എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ, അതിൻ്റെയാണ് നമ്മൾ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൽ ഓഫ് എക്സ് വൈ സെഡ് എൽ ഓഫിൻ്റെ ലീനിയർ അപ്രോക്സിമേഷൻ കാണുന്നു. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അവർ തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ.